ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. ഇതാ ഇന്ന് സോയാബീൻ ബോൾ ഒന്ന് ഒലത്തിയെടുത്താലോ. നമ്മൾ ഇറച്ചി ഒക്കെ ഒലത്തിയെടുക്കുന്ന പോലെ നമുക്കിതൊന്ന് ഒലത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ സോയാബോൾ 1 മണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇതിന് വെള്ളമയൊന്നുമില്ല, പിഴിഞ്ഞ് ഞാനിങ്ങനെ എടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഞാനിപ്പോൾ ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച പേസ്റ്റ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടും. പിന്നെ ഇച്ചിരി മസാല, ഇച്ചിരി മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടെ ഇട്ടൊന്ന് തിരുമ്മി നമുക്കൊരു 10 മിനിറ്റ് നേരം വെക്കാം. ഞാൻ മീറ്റ് മസാലയാണ് കേട്ടോ ഇടുന്നത്. മീറ്റ് മസാല കുറച്ച് ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് എരിവിൻ്റെയൊക്കെ അനുസരിച്ച് ഞാൻ 1 ടീസ്പൂണോളം ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, അത്ര എണ്ണത്തിന്. പിന്നെ ഇഞ്ചിയും ഒരു 5 6 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയതിന് ശേഷം അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ഇത് ഇളക്കി ഒരു 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ. ഇതൊന്ന് 10 മിനിറ്റ് ആയി ഇത് പരട്ടി വെച്ചിട്ട്. അതിന് ശേഷം ചീനിച്ചട്ടി ഒന്ന് തീ കത്തിച്ചിട്ടൊന്ന് വെച്ചിട്ട് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഓയിൽ മതി കേട്ടോ, ഒത്തിരി ഓയിലൊന്നും വേണ്ട. കുറച്ച് ഓയിൽ കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലായിടത്തും ഇന്ന് ഓയിൽ ആവണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നമുക്കിതൊന്ന്. ഇനിയൊന്ന് നിരത്തി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെറു തീയിൽ വെക്കുക കേട്ടോ. നമ്മൾ കുറച്ച് ഓയിലല്ലേ എടുത്തിട്ടുള്ളൂ. ഇനി ഒത്തിരി ഓയിലിൽ വറുത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഓയിലിലാണ്, കുറച്ച് എണ്ണയിൽ നമുക്കിതൊന്ന് വറുത്തെടുത്താൽ മതി. ഇതൊന്ന് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇത് ഇവിടെ ഇരുന്ന് വറുക്കുമ്പോഴത്തേക്കും നമുക്ക് ഞാനിതാ 1.5 സബോള എടുത്തിട്ടുണ്ട്, ചെറിയ സൈസിലുള്ള 1.5 സബോള എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കരിയാപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ തേങ്ങാക്കൊത്താണ് കേട്ടോ ഇതിലേക്ക് ഇടാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളക് 2 എണ്ണം കീറി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യാം. ആകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാക്കൊത്ത് സബോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഞാനൊരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം തേങ്ങാക്കൊത്ത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് തേങ്ങാക്കൊത്താണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങാക്കൊത്ത് ആവശ്യമൊന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം തേങ്ങാക്കൊത്ത് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സബോള വഴറ്റിയാൽ മതി കേട്ടോ. ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒത്തിരി അങ്ങ് മൂക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന്. അതിലേക്ക് ഞാൻ സബോള ഇട്ട് കൊടുക്കുവാണ്. സബോള ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സോയാബീൻ ഒന്ന് ആയിട്ടുണ്ട്. ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യുകയാണ് കേട്ടോ. ഈ പരുവത്തിലായതിന് ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാം. കണ്ടോ, ഒത്തിരി അങ്ങ് മൊരിഞ്ഞ് പോകണ്ട, കുറച്ച് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ഇതിന് ചേർത്തതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് വഴറ്റി നമുക്കെടുക്കാം. നിങ്ങൾക്ക് ഉപ്പൊക്കെ അന്നേരം മതിയെങ്കിൽ പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ തേങ്ങാക്കൊത്ത് വറുത്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എരിവ് ആവശ്യമൊന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഒന്ന് ചേർക്കുകയാണ് കേട്ടോ. ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് അത്രയും ഞാൻ ചേർത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ട് കളർ കിട്ടുള്ളൂ, എരിവ് കുറവായിരിക്കും കേട്ടോ. ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ കോൺഫ്ലവർ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കലക്കി ചേർത്ത് കൊടുത്താലും മതി, അല്ലാതെ വെറുതെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു. കലക്കി കൊടുക്കണമെന്നുള്ളവർക്ക് കലക്കി വെള്ളമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ. ഇതൊന്ന് ശരിക്കും ഒന്ന് പറ്റട്ടെ കേട്ടോ. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതാ ഈ വറുത്ത സോയാബീൻ വറുത്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കറുത്തൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ മതിയൊന്ന് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇനി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ തൈര് മതി കേട്ടോ. അത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളെടുക്കുന്ന ഇതിൻ്റെ അളവിൻ്റെ അനുസരിച്ച് നിങ്ങൾ കൂട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ പുളി കൂടുതൽ വേണ്ടവർക്ക് പുളി അതനുസരിച്ച് കൊടുക്കുക. പുളി കുറച്ച് മതി എന്നുള്ളവർക്ക് അതനുസരിച്ച് കുറച്ച് കുറവായിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള